പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 45 അധ്യായം 17 വാക്യം. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോകുകയുമില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവം അവനെ നിത്യരക്ഷയ്ക്കായി രക്ഷിക്കുന്നു. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, കർത്താവിൻ്റെ വചനം രക്ഷിക്കുന്ന വചനമത്രേ. കർത്താവിൻ്റെ വചനം വീണ്ടും ജനിപ്പിക്കുന്ന കെടാത്ത ബീജമത്രേ. അതിനാൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കും, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഇതാ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, ഇസ്രായേലോ ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയ്ക്കായി രക്ഷിക്കപ്പെടും. അനേകര് ലജ്ജിച്ചു പോകുന്ന, തകർന്നു പോകുന്ന, ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒരു നാളും കൈവിട്ടു പോകത്തില്ല. ഇവിടെ വേദപുസ്തകം പറയുന്നു, മിസ്രൈം വളരെ അധ്വാനിക്കാൻ കഴിവുള്ള ഒരു ദേശമാണ്, വളരെ സമ്പത്തുള്ളൊരു ദേശമാണ്. ഹല്ലേലൂയ. കൂശ് വ്യാപാരത്തിൽ വലിയവരാ. ഹല്ലേലൂയ. ദീർഘകായന്മാരായ സബായർ, അങ്ങനെ അനേകരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു, ഇവരൊക്കെയും ഹല്ലേലൂയ ചങ്ങലയിട്ടവരായി കടന്നു വരും. അവർ വണങ്ങിയിട്ട് പറയും, ദൈവം മാത്രമേ ഉള്ളൂ, യഹോവയല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയും. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ അനേകരുടെ നടുവിൽ അമ്പരന്ന് ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ. അവർ ലജ്ജിച്ചു പോകും, അവർ പേടിച്ചു പോകും, അവർ തകർന്നു പോകും. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടോ, വ്യാപാര ലാഭം കൊണ്ടോ, ശരീരത്തിൻ്റെ ബലം കൊണ്ടോ ഒന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിനോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നു. ദൈവജനത്തെ അവൻ വിളിച്ച് വേർതിരിക്കുന്ന ദൈവമത്രേ. ദൈവജനത്തെ അവർ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ നിലവിളിക്ക് മുമ്പാകെ ചലിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. യെശയ്യാ പ്രവചനം 45 അധ്യായത്തിൽ നാം വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത ഒരുത്തനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. ജാതിയിൽപ്പെട്ട കോരശ് എന്ന രാജാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. തൻ്റെ വേലയ്ക്ക് വേണ്ടി അവനെ വേർതിരിച്ചു. ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലജ്ജിച്ചു പോകാത്തതിൻ്റെ കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില വിചാരങ്ങളുണ്ട്. നീ ഹല്ലേലൂയ ഗുണവും ദോഷവും ചെയ്യുന്നതിന് മുമ്പ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നിന്നെ കണ്ടു, നിന്നോട് കൃപ തോന്നി, മനസ്സലിവ് തോന്നി, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചു. എത്ര പേർക്ക് അതൊരു ഉറപ്പുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിയിട്ടൊന്ന് നന്ദി പറഞ്ഞിട്ട് പറയുമോ, അപ്പാ എൻ്റെ ഗുണം കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ട്, അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ കണ്ട് എന്നെ വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. അവൻ കോരശിനെ വിളിച്ച് വേർതിരിച്ചതുപോലെ ഈ തലമുറയിൽ അപ്പ നീ എന്നെയാണ് കണ്ടിരിക്കുന്നത്. യഹോവയുടെ പദ്ധതിക്ക് വേണ്ടി, യഹോവയുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, യഹോവയുടെ ജനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഈ തലമുറയിൽ നീ എന്നെ കണ്ടിരിക്കാൻ സ്തോത്രം. നിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. ഒന്ന് വിളിച്ച് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വിളിച്ച് വേർതിരിക്കുക മാത്രമല്ല, കോരശിൻ്റെ വലം കരത്തേക്ക് അവനൊന്ന് കയറി പിടിച്ചു. കർത്താവ് പിടിച്ചിട്ട് അവനെ ഒന്ന് വഴി നടത്തി. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പർപ്പസ് അതാ. ദൈവം നിങ്ങളെ ഹല്ലേലൂയ വലങ്കരത്ത് പിടിച്ചിട്ടുണ്ട്. വലങ്കരത്ത് പിടിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, അമ്പരന്ന് പോകത്തില്ലെന്ന് ധൈര്യത്തോടെ പറയുന്നത്. കോരശിൻ്റെ വലതുകരത്ത് പിടിച്ചപ്പോൾ അവൻ്റെ മുമ്പിലുള്ള രാജാക്കന്മാരുടെ അരക്കച്ചകളെ ദൈവം അഴിച്ചു. അവൻ്റെ മുമ്പിലുള്ള ജാതികളെ അവന് കീഴാക്കി കൊടുത്തു. മുമ്പിലുള്ള ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റി. അവൻ്റെ പോകുന്ന വഴിയിൽ, വരുന്ന വഴിയിൽ കർത്താവ് ജയം കൊടുത്തു. കർത്താവ് അവനെ ഹല്ലേലൂയ മാനിച്ചു. ഇന്ന് പകൽക്കാലവും വലങ്കരം പിടിച്ച് ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നാം അബ്ബാ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ലജ്ജിച്ചു പോകാൻ, അമ്പരന്ന് പോകാൻ അവൻ ഒരു നാളും അനുവദിക്കത്തില്ല. ഒന്ന് വിളിച്ചു പറയുമോ? ഒന്ന് ഏറ്റു പറയുമോ? രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ യോഗ്യതയ്ക്ക് അപ്പുറത്ത്, നമ്മുടെ കഴിവിനപ്പുറത്ത് കൃപയാൽ അവൻ നമ്മെ വിളിച്ചു.
2, വിളിച്ച ദൈവം നമ്മെ ബലപ്പെടുത്തി. തൻ്റെ വലത് കരത്തിലേക്ക് നമ്മുടെ കരം ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മെ ഒന്ന് ബലപ്പെടുത്തി. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ആ വലം കരത്തെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമ്മെ നടത്തുന്നതിനാൽ സ്തോത്രം. 3, ഹല്ലേലൂയ, പ്രവാചകൻ ഇതാ 45-ാം അധ്യായത്തിൽ പറയുന്ന അടുത്ത കാര്യം, ഹല്ലേലൂയ, അവൻ നമ്മെ മെനഞ്ഞതാ, അതിശയകരവും ഭയങ്കരവുമായി മെനഞ്ഞതാ. അതുകൊണ്ട് നാം മിണ്ടാതെ ഇരുന്ന് അവൻ്റെ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ ഹല്ലേലൂയ, കളിമണ്ണ് ഹല്ലേലൂയ കുശവനോട് നീ എന്നാ ഉണ്ടാക്കുന്നെന്ന്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. ഹല്ലേലൂയ. ഒരു മകൻ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും ഒരമ്മയോട് പ്രസവിക്കുന്നത് എന്തോ എന്ന് ചോദിക്കരുത്. ജീവിതത്തിൽ ചില പ്രോസസ്സിലൂടെ ദൈവം കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ അത് എന്തിനെന്ന് ചോദിക്കരുത്. അതിന് മറുതല ഹല്ലേലൂയ പറയാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പണിയുന്നവന് ഹല്ലേലൂയ, ആ സൃഷ്ടിച്ചവന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പറയണം, കർത്താവേ, റിസൾട്ട് ഒന്നും കണ്ടില്ല, പ്രതികൂലമായിട്ട് പലതും കണ്ടാലും ഒന്ന് വിളിച്ചു പറയണം, ദൈവമേ നന്ദി നന്ദി നന്ദി. തിരിച്ച് ചോദിക്കാതെ നിങ്ങൾ അങ്ങനെ പറയുമെങ്കിൽ നിശ്ചയമായി വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, അധ്വാന കഴിവുള്ള ഒരു മിസ്രൈമിനെക്കാട്ടിലും വ്യാപാരം ചെയ്യാൻ കഴിവുള്ള കൂശിനെക്കാട്ടിലും ദീർഘകായന്മാരായ സെബായരെക്കാട്ടിലും അധികമായി ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, നിങ്ങളുടെ ശാരീരിക പുഷ്ടി കൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടല്ല, അവൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ അമ്പരന്നു പോകാതെ, നിങ്ങൾ ലജ്ജിച്ചു പോകാതെ നിങ്ങളെ ജയത്തോടെ നടത്തും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.